ഹലോ, ഇന്ന് കുഞ്ഞിനെ മുടി വെട്ടിക്കാൻ പോകാം കേട്ടോ. അവൾക്ക് മുടി വെട്ടുന്നത് തീരെ ഇഷ്ടമല്ല. അവളുടെ മൈൻഡിൽ മുടി വെട്ടിക്കഴിഞ്ഞാൽ മുല്ലപ്പൂ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് മുടി വെട്ടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ മുട്ടയടിക്കാനായിരുന്നു ആദ്യത്തെ പ്ലാന്. പിന്നെയും വേണ്ടാന്ന് വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ആക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു കേട്ടോ. എങ്ങനെയൊക്കെയോ മുടി വെട്ടാൻ പോവാം. ശരി, അച്ഛനെ വിളിക്കേ. ബോട്ടിലുണ്ടോ മുടി വെട്ടാൻ? എന്തിനാ ബോട്ടില്? പുറത്ത് നല്ല ചൂടാട്ടോ. അപ്പം ഞങ്ങളൊരു നാരങ്ങ സോഡ എല്ലാം കുടിച്ച് പതുക്കെയാണ് അവിടെ എത്തിയത്. അവിടെ ഒരിക്കൽ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് കരഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മുടി വെട്ടാനിരുത്തിയിട്ട് ഭയങ്കരമായിട്ട് പീഡിച്ച് കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയതാണ്. അപ്പോൾ ആദ്യം അവളെ കുറച്ച് കംഫേർട്ടാക്കാൻ വേണ്ടി കുറേ കഥയൊക്കെ പറഞ്ഞ് അമ്മൻ്റെ മുടി വെട്ടാം, അച്ഛൻ്റെ മുടി വെട്ടാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് സെറ്റാക്കി. ആദ്യം അച്ഛനെ മുടി വെട്ടിച്ചിട്ട് പിന്നെയാണ് അവളെ വെട്ടിക്കുന്നത് കേട്ടോ. ആദ്യം അച്ഛനെ ഇരുത്തി, ഇനി ആൾക്ക് മുടി വെട്ടിക്കഴിഞ്ഞിട്ട് അതുവരെ അവളൊന്ന് കുറച്ച് കംഫേർട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടേ അച്ഛൻ അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. മകൾക്ക് ഇവിടെ ഫുള്ള് കളിയും പാട്ടും ചിരിയും ബഹളമായിരുന്നു കേട്ടോ. അവൾക്ക് വേണ്ടി ഒരു പാട്ടും വെച്ച് കൊടുത്തിട്ടോ, കുറച്ചൊന്ന് കംഫേർട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് കരച്ചിലും ബഹളമായിട്ട് മുടി വെട്ടാതെ ഇറങ്ങി പോരേണ്ടി വരും. പിന്നെ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ആൾ ഫുള്ള് കളിയായിരുന്നു. ആ മുടീൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞായിരുന്നു കളി. പിന്നെയും കുറച്ചൊക്കെ അവർ അവിടുന്ന് അടിച്ചു വിട്ട് വന്നു കേട്ടോ. കളിച്ചോട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് അറിയുന്ന ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ അവരും നല്ലോണം നിന്നു. പാട്ടെല്ലാം വെച്ചപ്പോൾ അവളൊന്ന് ഓക്കെ ആയി. പാട്ടും കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടൻ്റെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ അവളെ പിടിച്ചിരുത്തി എല്ലാം അവളോട് ഓരോന്ന് പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടാണ് പതുക്കെയാണ് ട്രിം ചെയ്ത് തുടങ്ങിയത്. ബാക്ക് ട്രിം ചെയ്തു, സൈഡും ട്രിം ചെയ്തു, ചെറുതായിട്ട് ലെങ്ത്ത് കൂടെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ പെൺകുഞ്ഞല്ലേ, കുറച്ച് മുടിയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. മുടിവെട്ടൽ പരിപാടി തീർന്നു. പൗഡറിലിട്ട് മേത്ത മുടിയൊക്കെ കളഞ്ഞു. ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അത് മേടിച്ചു. വേറെ പുതിയത് തന്നു. മുടിവെട്ടൽ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിട്ട് രണ്ടിനെയും ഒന്ന് കുളിപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.